ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് തിയറിയാണ്. സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ ചാപ്റ്ററാണ് സെറ്റ് തിയറി. പഠിക്കാനും ഈസിയാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് സെറ്റ് ഓപ്പറേഷൻസ് ആണ്. സിമ്പിളാണ് പഠിക്കാൻ. പിന്നെ വെൻ ഡയഗ്രം കൂടെ നമുക്കിതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് തിയറി നോക്കാം. ആദ്യമായിട്ട് എന്താണ് സെറ്റ്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. സെറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സിൻ്റെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷനാണ്. അതായത് ഒരു കൂട്ടം ഒബ്ജക്ട്സിൻ്റെ ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കളക്ഷനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. ഈ സെറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചാണ്. മാത്രമല്ല സെറ്റിലെ എലമെൻറ്റ്സ് നമ്മൾ ബ്രാക്കറ്റിലാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സെറ്റ് എ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് അതിലെ ഓരോ എലമെൻറ്റ്സും നമ്മൾ എഴുതിയിട്ട് പിന്നെ നമ്മൾ സെറ്റ് ക്ലോസ് ചെയ്യണം. മറ്റൊരു ബ്രാക്കറ്റ് കൊണ്ട് സെറ്റ് ക്ലോസ് ചെയ്യാൻ വേണം. സാധാരണഗതിയിൽ എല്ലാ ബ്രാക്കറ്റ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ കോമൺ ആയിട്ട് ഈ ബ്രാക്കറ്റാണ് നമ്മൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഒരു സെറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഓരോ ഒബ്ജക്ട്സിനെയും നമ്മൾ ആ സെറ്റിലെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് സെറ്റ് എന്നാണ് പറയുന്നത്. ഇഫ് എ ഈസ് എൻ എലമെൻറ്റ് ഓഫ് എ സെറ്റ്, എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഒരു സെറ്റിലെ എലമെൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ സെറ്റിലുള്ള മെമ്പറാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന എ ആ ഒരു സെറ്റിലുള്ളതാണ്, സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നാണ്. പിന്നെ സെറ്റിലുള്ള ഓരോ ഒബ്ജക്ട്സിനെയും അല്ലെങ്കിൽ എലമെൻറ്റിനെയും സൂചിപ്പിക്കുന്ന സിമ്പലാണിത്. ഇതിനെ നമ്മൾ ബിലോങ്സ് ടു എന്നാണ് പറയുന്നത്. സ്മോൾ ലെറ്റർ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ ദി എലമെൻറ്റ് എ ബിലോങ്സ് ടു സെറ്റ് എ. അതിനർത്ഥം എലമെൻറ്റ് എ എന്ന് പറയുന്ന അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് സെറ്റ് എയിൽ പെട്ടതാണ്, അല്ലെങ്കിൽ സെറ്റ് എയുടെ ഉള്ളിലുള്ള എലമെൻ്റാണ് സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് 3 സെറ്റ്സ് തന്നിട്ടുണ്ട്. സെറ്റ് കെ ഇസ് ഈക്വൽ ടു 2 4 7, സെറ്റ് എൽ ഇസ് ഈക്വൽ ടു 3 5 8 ആൻഡ് സെറ്റ് എം ഇസ് ഈക്വൽ ടു 7 2 ആൻഡ് 4. ഇവിടെ നമുക്ക് 2 ബിലോങ്സ് ടു സെറ്റ് കെ എന്ന് പറയാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് സെറ്റ് കെയിലെ മെമ്പറാണ്. ആണോ നോക്കിയേ, സെറ്റ് കെയിൽ 2 എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ടോ? ഉണ്ടല്ലേ. അതുപോലെ തന്നെ 3 5 ആൻഡ് 8 ഓൾസോ ബിലോങ്സ് ടു സെറ്റ് എൽ. സെറ്റ് എല്ലിലെ മെമ്പേഴ്സാണ് 3 5 8. അപ്പോൾ നമുക്ക് 3 ബിലോങ്സ് ടു സെറ്റ് എൽ എന്ന് എഴുതാം, 5 ബിലോങ്സ് ടു സെറ്റ് എൽ എന്ന് എഴുതാം, 4 ബിലോങ്സ് ടു സെറ്റ് എം എന്ന് എഴുതാം. ഓക്കെ, പിന്നെ ഇവിടെ സെറ്റ് കെയും സെറ്റ് എമ്മും ഒന്ന് നോക്കിയേ, രണ്ടിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണുള്ളത്. അതുപോലെ തന്നെ സെറ്റ് കെയിലെ എലമെൻറ്റ്സ് 2 4 7ഉം സെറ്റ് എമ്മിലെ എലമെൻറ്റ്സ് 7 2 4ഉം ആണ്. അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സും സെയിം ആണ്, എലമെൻറ്റ്സും എക്സാക്ട്ലി സെയിം ആണ്. ഇതിനർത്ഥം ഈ രണ്ട് സെറ്റ്സ് ഈക്വൽ ആണെന്നാണ്. അതായത് ഏതെങ്കിലും രണ്ട് സെറ്റുകളിൽ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്, മാത്രമല്ല അതിലുള്ള എലമെൻറ്റ്സ് സെയിം ആണെങ്കിൽ, ഡിഫറെൻ്റ് ഓർഡറിൽ ആയിക്കോട്ടെ, പ്ലേസ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻ്റ് ഓർഡറിലായാലും ശരി, സെയിം എലമെൻറ്റ്സ് ആണുള്ളത്, സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സും ആണുള്ളതെങ്കിൽ അത്തരത്തിലുള്ള സെറ്റ്സിനെ നമ്മൾ ഈക്വൽ സെറ്റ്സ് എന്നാണ് പറയാറ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മെത്തേഡ് ഓഫ് ഡിസ്ക്രൈബിങ് എ സെറ്റ്. ഒരു സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ മെയിനായിട്ട് രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ടാബുലാർ മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ സെറ്റ് ബിൽഡർ മെത്തേഡ്. ടാബുലാർ മെത്തേഡിനെ റോസ്റ്റർ മെത്തേഡ് എന്നും എന്യൂമറേഷൻ മെത്തേഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സെറ്റ് ബിൽഡർ മെത്തേഡിനെ റൂൾ മെത്തേഡ് ഓർ സെലക്ടർ മെത്തേഡ് എന്നും പറയപ്പെടുന്നു. ഫസ്റ്റ് മെത്തേഡ് ടാബുലർ മെത്തേഡ്. ടാബുലർ മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇൻ ദിസ് മെത്തേഡ് വി ഡിഫൈൻ എ സെറ്റ് ബൈ ആക്ച്വലി ലിസ്റ്റിംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ അതിലുള്ള ആ ഒരു സെറ്റിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾ ലിസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ആ ഒരു സെറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, സെറ്റ് എ is equal to 1 2 3 4. The elements are separated by a comma and are enclosed within bracket. എലമെൻറ്റ്സ് ഒരു കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഈ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് എൻക്ലോസ് ചെയ്യുന്നത് കോമകളിലും ആയിരിക്കണം.
എന്നാൽ സെറ്റ് ബിൽഡർ മെത്തേഡിൽ നമ്മൾ ഈ രീതിയിലല്ല സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, മറിച്ച് ഒരേ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന എലമെൻസിൻ്റെ ഒക്കെ ഒരു സിംഗിൾ സെറ്റ് ആക്കുക. ആ ഒരു രീതിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇഫ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് പൊസസ് സം കോമൺ പ്രോപ്പർട്ടി, സെറ്റിലുള്ള എലമെൻസിനൊക്കെ എന്തെങ്കിലും ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി വെച്ചാണ് നമ്മൾ ആ സെറ്റിലെ എലമെൻസിനെ വിശേഷിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, set A is equal to x such that x is a flower in the garden. അപ്പോൾ സെറ്റ് എയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, എക്സ് ഈസ് എ ഫ്ലവർ ഇൻ ദി ഗാർഡൻ. ഗാർഡനിലെ ഫ്ലവർ ആയിരിക്കണം എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആർക്കും എന്താവാം? എ എന്ന് പറയുന്ന സെറ്റിലെ മെമ്പർ ആയിരിക്കണം. പക്ഷേ ഈ ഒരു പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ മെത്തേഡിലൂടെ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് താഴെ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. താഴെ തന്നിട്ടുണ്ട്, ദി സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ. ഈ രണ്ട് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് ടാബുലർ മെത്തേഡ് വഴിയാണ് നമ്മൾ ഈ ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ സെറ്റ് എ ഈസ് ഈക്വൽ ടു എന്നെഴുതി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ ഓരോന്ന് ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി സെലക്ടർ മെത്തേഡ് വഴി അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ മെത്തേഡ് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തെഴുതും? സെറ്റ് എ ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. അങ്ങനെ എഴുതിയാൽ മതി. അതായത് എക്സ് എന്ന് പറയുന്നത് ഏത് എലമെൻറ്റും ആവാം, പക്ഷേ ഇവിടെ അത് പൊസസ് ചെയ്യേണ്ട ക്വാളിറ്റി എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ ഒരു സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് സെറ്റ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എ സെറ്റ് ഹാവിങ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ഒരു സെറ്റിലുള്ള എലമെൻറ്റ്സിനെ നമുക്ക് എണ്ണാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദി സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ സെറ്റ് അത് ഫൈനൈറ്റ് ആണല്ലോ, നമുക്ക് എണ്ണാൻ പറ്റുമല്ലോ. അതുപോലെ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ 10, 10ൽ താഴെയുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ് എന്ന് പറയുമ്പോൾ അതും നമുക്ക് ക്ലിയർ ആയിട്ട് എണ്ണാൻ പറ്റുമല്ലോ, ഏതൊക്കെയാണ് നമ്പേഴ്സ് വരിക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ക്ലിയർലി നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള സെറ്റിനെയാണ് നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻഫൈനൈറ്റ് സെറ്റ് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ഇങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് എണ്ണാൻ അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആ സെറ്റിൽ ഏതൊക്കെ പെടാം? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും പെടാം. അപ്പോൾ അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റണം എന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, അവിടെ ഒരു ഡെഫിനിറ്റ് അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള സെറ്റിനെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നൾ സെറ്റ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് നോ എലമെൻറ്റ് ഈസ് കോൾഡ് എ നൾ സെറ്റ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സെറ്റാണ്, ആ സെറ്റിൻ്റെ ഉള്ളിൽ ഒരു എലമെൻറ്റ് പോലും ഇല്ല. അതായത് എംപ്റ്റി ആയിട്ടുള്ള സെറ്റിനെയാണ് നമ്മൾ നൾ സെറ്റ് എന്ന് പറയുന്നത്. ഈ നൾ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിമ്പലാണിത്. ഈ സിമ്പലിന് ഫൈ എന്നാണ് പറയുന്നത്. ഒരു 0 ഇട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു വര വരക്കുക, അതാണ് ഈ സിമ്പൽ. ഫൈ എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സിമ്പലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ് പോലും ഇല്ലാത്ത എംപ്റ്റി ആയിട്ടുള്ള സെറ്റിനെയാണ് നമ്മൾ നൾ സെറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഹൂസ് സ്ക്വയർ ഈസ് നെഗറ്റീവ് ഈസ് എ നൾ സെറ്റ്. റിയൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ നെഗറ്റീവ് നമ്പർ വരുന്ന ഒരു കൂട്ടം നമ്പേഴ്സിൻ്റെ സെറ്റ്, അതൊരു നൾ സെറ്റാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം റിയൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ഒരിക്കലും എന്ത് വരില്ല? നെഗറ്റീവ് വരില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്താൽ അതിൽ എലമെൻറ്റ്സ് ഉണ്ടാവുമോ? ആ സെറ്റിൽ ഏതെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അതിനർത്ഥം ആ ഒരു സെറ്റിൽ ഒരു എലമെൻറ്റ് പോലും ഇല്ല, അതൊരു ബ്ലാങ്ക് ആയിട്ടുള്ള സെറ്റാണ്. അപ്പോൾ അതൊരു നൾ സെറ്റാണ്. ക്ലിയർ ആയോ?
ഇനി ഈ രണ്ട് ബ്രാക്കറ്റ്, ഒരു ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു എന്നിട്ട് അടുത്ത ബ്രാക്കറ്റ് വെച്ച് ക്ലോസ് ചെയ്തു, അതാണ് അപ്പോൾ ഒരു നൾ സെറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വെറുതെ ഒരു 0 ഇട്ടാലോ അപ്പോഴും അത് നള്ളാവുമോ? ഇല്ല. 0 എന്ന് പറയുന്നത് ഒരു എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും എന്താവില്ല, നൾ സെറ്റ് ആവില്ല. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ് പോലും ഉണ്ടാവരുത്, സെറ്റ് ബ്ലാങ്ക് ആയിരിക്കണം. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി വൺ എലമെൻറ്റ്, ഒരു എലമെൻറ്റ് മാത്രമുള്ള സെറ്റാണെങ്കിൽ അതിനെയാണ് സിംഗിൾട്ടൺ സെറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് സെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സബ്സെറ്റ് ഓഫ് എ സെറ്റ്. സബ്സെറ്റ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു സെറ്റിലുള്ള എല്ലാ എലമെൻസും ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റിൽ ഉണ്ടെങ്കിൽ, മാത്രമല്ല ബി എന്ന് പറയുന്ന സെറ്റിൽ എയിലെ എലമെൻറ്റ്സ് കൂടാതെ വേറെ എക്സ്ട്രാ എലമെൻസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റാണ്. ഫോർ എക്സാമ്പിൾ സെറ്റ് എയിലുള്ള എലമെൻറ്റ്സ് ആണ് 1, 2, 3. സെറ്റ് ബിയിലുള്ള എലമെൻറ്റ്സ് ആണ് 1, 2, 3, 5 ആൻഡ് 7. അപ്പോൾ സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റിൽ എയിലെ എല്ലാ എലമെൻസും ഉണ്ട്, അത് കൂടാതെ 5ഉം 7ഉം ഉണ്ട്. അപ്പം നമുക്ക് എന്തെന്ന് പറയാം, സെറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണെന്നും പറയാം. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സെറ്റ് എയുടെ സൂപ്പർ സെറ്റാണ് സെറ്റ് ബി എന്നും നമുക്ക് പറയാം. അതായത് സൂപ്പർ സെറ്റ് എന്ന് പറയുമ്പോൾ മറ്റൊരു സെറ്റിലുള്ള എല്ലാ എലമെൻസും നമ്മുടെ സെറ്റിലുണ്ട്, അത് കൂടാതെ എക്സ്ട്രാ കുറച്ച് എലമെൻറ്റ്സ് കൂടെ ഉണ്ടെങ്കിൽ ആ ചെറിയ സെറ്റിൻ്റെ സൂപ്പർ സെറ്റായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ എക്സാമ്പിളിൽ സെറ്റ് എ ബിയുടെ സബ്സെറ്റാണ്, അതുപോലെ തന്നെ സെറ്റ് ബി എന്ന് പറയുന്നത് എയുടെ സൂപ്പർ സെറ്റാണ്. ഇനി ഇവിടെ ഒരു സെറ്റ് സി ഉണ്ടെന്ന് വിചാരിക്കാം. സെറ്റ് സിയുടെ എലമെൻറ്റ്സ് ആണ് 1, 2 ആൻഡ് 8. അപ്പോൾ ഈ ഒരു സെറ്റ് സി ബിയുടെ സബ്സെറ്റാണോ? ആവും. കാര്യം എന്താണ്, 1, 2 എന്ന് പറയുന്ന സെറ്റ് സിയിലെ എലമെൻറ്റ്സ് എവിടെയുള്ള എലമെൻറ്റ്സ് തന്നെയാണ്, സെറ്റ് ബിയിലുള്ള എലമെൻറ്റ്സ് തന്നെയാണ്. അതുകൊണ്ട് സെറ്റ് സിയും ബിയുടെ സബ്സെറ്റ് ആവും. 8 എന്ന് പറയുന്ന നമ്പർ എവിടെ ഇല്ല, സെറ്റ് ബിയിലില്ല. എന്നാൽ പോലും സെറ്റ് സി സെറ്റ് ബിയുടെ സബ്സെറ്റ് ആവും. ഇനി സെറ്റ് എയിലുള്ള എലമെൻറ്റ്സ് എല്ലാം സെറ്റ് ബിയിലുണ്ടെങ്കിൽ അതിനർത്ഥം സെറ്റ് ബിയുടെ പ്രോപ്പർ സബ്സെറ്റാണ് സെറ്റ് എ. Two sets A and B are said to be disjoint sets if no element of A is in B and no element of B is in A. രണ്ട് സെറ്റുകൾ എപ്പോഴാണ് നമ്മൾ ഡിസ്ജോയിൻറ്റ് സെറ്റാണെന്ന് പറയുന്നത്, എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെൻറ്റും ബി എന്ന് പറഞ്ഞ സെറ്റിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെൻറ്റും എ എന്ന് പറയുന്ന സെറ്റിലും ഉണ്ടാവാൻ പാടില്ല. അതായത് ഈ രണ്ട് സെറ്റുകൾ തമ്മിൽ എലമെൻറ്റ്സ് ഒരിക്കലും സെയിം ആവില്ല. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ് രണ്ട് സെറ്റിലും ഉള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. കോമൺ എലമെൻറ്റ് ഇല്ലാത്ത സെറ്റ്സ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്ജോയിൻറ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഈ ഒരു ലെസണിൽ പഠിക്കാനുള്ളത് സെറ്റ് ഓപ്പറേഷൻസും വെൻ ഡയഗ്രം ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സെറ്റ് എന്താണെന്ന് പറഞ്ഞു. സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ 2 മെത്തേഡ്സ് ഉണ്ട്. ആ 2 മെത്തേഡ് നമ്മൾ പറഞ്ഞു, ടാബുലർ മെത്തേഡ് ആൻഡ് സെറ്റ് ബിൽഡർ മെത്തേഡ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സും കൂടെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.